പാഠം 165. കൈക്കൂലിയിൽ വീഴുന്ന ദൈവങ്ങൾ. ഈശ്വര, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. ഞാൻ വില്ലേജ് ഓഫീസറായതിനു ശേഷം ആദ്യമായിട്ടാണ് കളക്ടർ ഇവിടെ വരുന്നത്. ഇന്ന് ആഫീസ് വന്നിട്ട് പോയി കഴിഞ്ഞ് കളക്ടർ എല്ലാവരോടും എന്നെപ്പറ്റിയും കാന്തല്ലൂർ വില്ലേജ് ഓഫീസിനെ പറ്റിയും നല്ലത് പറയണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. ഈശ്വര, ഇന്ന് പ്രാർത്ഥന കുറച്ച് കൂടുതലാണല്ലോ. എന്തായിരിക്കും പ്രശ്നം? എന്തെങ്കിലും ഒരു കുറവ് ഇന്ന് ഓഫീസിലുണ്ടായാൽ അതിന്റെ നാണക്കേട് എനിക്കാണ്. ശിശുപാലനും സ്വയംപ്രഭയൊക്കെ കൊള്ളാം, പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരാണല്ലോ, ഭയങ്കര മടിയന്മാരാ. അവരുടെ കാര്യം കൂടി ഇന്നൊരു ദിവസത്തേക്ക് നിങ്ങൾ നോക്കണം. തീരുന്ന മട്ടില്ലല്ലോ. എപ്പോഴും കൂടെ ഉണ്ടാവുന്ന. ഹലോ, എന്താ? എന്താ ഉദ്ദേശം? ഓഫീസിൽ പോകുന്നില്ലേ? കളക്ടർ വരുന്നോണ്ട് നേരത്തെ പോണോന്ന് പറഞ്ഞ് കൊച്ചുവെളുപ്പംകാലത്ത് എന്നെ കുത്തി എഴുന്നേപ്പിച്ച് കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ട് ഇവിടെ വന്ന് പയ്യാരം പറഞ്ഞിരിക്കാ. ഹമേ, നിനക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവത്തോണ്ടാ. വരുന്നത് ചില്ലറക്കാരനല്ല, കളക്ടറാണ്, ജില്ലാ കളക്ടർ. പറയുന്ന കേട്ടാൽ ഇന്ത്യ കണ്ടുപിടിച്ച ജില്ലാ കളക്ടറാന്ന് തോന്നൂല്ലോ. ഒരു സാധാ കളക്ടർ വരുമ്പോ ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു റവന്യൂ മന്ത്രിയോ മുഖ്യമന്ത്രിയോ വരുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഒന്നാമത് വിവരമില്ല, ജില്ലാ കളക്ടർ ആരാണെന്ന് അവക്കറിയില്ലല്ലോ. രണ്ടാമത് അസൂയ. പെണ്ണല്ലേ ജാതി, അസൂയ കാണും. ഈശ്വര, 1 2 3 4 5 1 2 3 4 5. രാവിലെ നോട്ടിട്ട് കളിക്കുന്നു. എന്തുപറ്റി? ഇത് പോകുന്ന വഴിക്ക് ദേവീക്ഷേത്രത്തിലെ കാണിക്കലിടാനുള്ള 50 രൂപ. ഇത് സെന്റ് മേരീസ് പള്ളിയുടെ നേർച്ചപ്പെട്ടിലിടാനുള്ള 50 രൂപ. ഇത് 100 രൂപ. ഒരു 50 രൂപ. ജംഗ്ഷനിലെ മുസ്ലിം പള്ളി നേർച്ചത്. നീ ചില്ലറുണ്ട്, ഒരു 50 രൂപ എടുത്ത് പിന്നെ തരാം. 50 രൂപയ്ക്ക് തരാം. പക്ഷേ സാറിന്റെ ഉദ്ദേശം എന്താ? ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് ജില്ലാ കളക്ടർ ഓഫീസിലേക്ക് വരുന്ന ദിവസമാണ്. കാര്യങ്ങളൊക്കെ നന്നായി നടക്കണമെങ്കിൽ ഈശ്വരന്മാർ സഹായിക്കണം. വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നന്നായി നടക്കാനാണ് സർക്കാർ നിങ്ങൾക്കൊക്കെ ശമ്പളം തരുന്നത്. നിങ്ങളോ ആ ശമ്പളവും വാങ്ങി അമ്പലത്തിലോ പള്ളിയിലോ നേർച്ചയിട്ട് ദൈവങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നടത്തിയിരുന്നു. സത്യത്തിൽ സർക്കാരിന് ഈ കാശ് ദൈവത്തിന് നേരിട്ട് കൊടുത്താ പോരെ? ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരുമാതിരി അഹങ്കാരം പറയുന്നത്. നിനക്കൊരു ധാരണയുണ്ട് നീ ദൈവത്തെക്കാളും വലിയ ആളാണെന്ന്. അതല്ല, എനിക്കങ്ങനെ ഒരു ധാരണയില്ല. പക്ഷെ മോഹനേട്ടൻ ഇപ്പൊ ഈ കാണിക്കുന്നത് ശുദ്ധ വിവരക്കേടാ. നേർച്ചെടുന്നോ? അവനവന്റെ കാര്യം സാധിക്കാനുള്ള ഈ നേർച്ച. മോഹനേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നേർച്ചകൾ കൊണ്ട് മോഹനേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ ഈ നേർച്ച എന്ന് പറയുന്നത് കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ നമ്മൾ മനമൊരുങ്ങി ദൈവത്തോട് പ്രാർത്ഥിക്കും. നമ്മുടെ കാര്യം സാധിക്കുകയാണെങ്കിൽ ഒരു തുക ഇന്ന പള്ളിയിലേക്ക് ഇല്ലെങ്കിൽ അമ്പലത്തിലേക്ക് നേർച്ചയിലാണ് നമ്മൾ പറയും. അതിലിപ്പോ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് അല്ലെങ്കിൽ ഒരു ജാതി സർട്ടിഫിക്കറ്റിന് ഒരാൾ വില്ലേജ് ഓഫീസിൽ അപേക്ഷ തരുന്നു. അയാൾ പറയുന്നു സമയത്ത് ആ കാര്യം അയാൾക്ക് സാധിച്ചു കൊടുത്താൽ വില്ലേജ് ഓഫീസർക്ക് 250 രൂപ തരാന്ന്. എങ്ങനെയുണ്ടാവും? അത് പറ്റില്ലല്ലോ, അതിനെ കൈക്കൂലി എന്ന് പറയും. അത് കൈക്കൂലിയാണെങ്കിൽ മോഹനേട്ടൻ ഇപ്പൊ ഈ കൊടുക്കാൻ പോകുന്നതും കൈക്കൂലിയാണ്. മോഹനേട്ടന്റെ കാര്യം സാധിക്കാൻ ദൈവങ്ങൾക്ക് കൈക്കൂലി കൊടുക്കുന്നു. ആഹാ, ഹമേ, നീ പറഞ്ഞത് തെറ്റാണ്. വില്ലേജ് ഓഫീസിൽ ഒരാൾ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ തരുമ്പോഴുള്ള കാര്യം നീ പറഞ്ഞിരുന്നല്ലോ. അയാളുടെ അപേക്ഷ ശരിയായ രീതിയിലാണെങ്കിൽ ഒരു കൈക്കൂലി കൊടുക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ.
അപേക്ഷ ശരിയാണെങ്കിൽ ഒരു വില്ലേജ് ഓഫീസർക്കും അത് തള്ളാനും ആവില്ല. തെറ്റായ വഴിക്ക് കാര്യം സാധിക്കാനാണ് ഈ കൈക്കൂലി കൊടുക്കുന്നത്. ഇന്ന് കളക്ടർ വരുമ്പോ മോഹനേട്ടനും മോഹനേട്ടന്റെ ആഫീസിലുള്ളവരും അവരുടെ ജോലി കൃത്യമായി ചെയ്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പോ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മോഹനേട്ടൻ ദൈവത്തിന്റെ സഹായം ചോദിക്കുന്നത്. അതിന് കൈക്കൂലിയായി 3 പേർക്കും 50 രൂപയും. അങ്ങനെ പറയരുത്. നമ്മുടെ നാട്ടിൽ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് നേർച്ച. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അല്ല, ബുദ്ധിയില്ലാത്ത മനുഷ്യർ പണ്ടേ ചെയ്യുന്ന പരിപാടിയാണിത്. എന്ത് ദണ്ഡിതരവും കാണിക്കാം. പള്ളിയിലോ അമ്പലത്തിലോ 10 രൂപ കൊടുത്താൽ ഒക്കെ ശരിയായിക്കൊള്ളുന്നാണ് അവരുടെയൊക്കെ ധാരണ. ദൈവത്തിന് കൈക്കൂലി കൊടുത്ത് കള്ളം മറയ്ക്കാൻ ശ്രമിക്കുന്ന ബുദ്ധിമാന്മാർ കഷ്ടം. ഞാൻ ആലോചിക്കുന്ന അതല്ല, ഈ നക്കാപ്പിച്ച കാശിനു വേണ്ടി മനുഷ്യന്റെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആ ദൈവത്തെ പറ്റിയാണ് എന്റെ പേടി. ഒന്ന് കണ്ടിരുന്നെങ്കിൽ ചോദിക്കായിരുന്നു, എവിടുന്നാ ദൈവമേ നിങ്ങൾ മര്യാദ പഠിച്ചെന്ന്. എന്തൊക്കെ പറയുന്നത്? വന്ന് നീ ദൈവത്തെ മര്യാദ പഠിപ്പിക്കാൻ നോക്കുന്നു. നീ ആരാണ് നീ കരുതിയത്? ഞാൻ പറഞ്ഞത് കാര്യല്ലേ മോഹൻ? രാവിലെ മുതൽ വൈകിട്ട് വരെ കൊള്ളരുതായ്മ വേണ്ടുവോളം കാണിച്ച് വൈകിട്ട് ഗുരുവായൂരമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ വേളാങ്കണ്ണി പള്ളിയിൽ പോയി, അല്ലെങ്കിൽ കടുവാപ്പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചാൽ, അല്ലെങ്കിൽ 100 രൂപ നേർച്ചയിട്ടാൽ എല്ലാ പാപവും തീരുമെന്ന് ആരാ പറഞ്ഞത്? അങ്ങനെ തീരുമെങ്കിൽ മനുഷ്യരെക്കാളും കുഴപ്പക്കാരാണ് ഈ ദൈവങ്ങള്. നീ എപ്പോഴാണ് മാർക്സിസ്റ്റ് ആയത്? ഞാൻ പറഞ്ഞതാണോ മാർക്സിസം? അതെനിക്കറിയില്ലായിരുന്നു. ഈ ഇരിക്കുന്ന ആളറിയാലോ, ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും സനാതന ഹിന്ദുവെന്ന് അഭിമാനത്തോടെ പറഞ്ഞ ആളാണ്. ഗാന്ധിജി ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ പോയി 10 പൈസ നേർച്ചയിട്ട സംഭവം പറയാമെങ്കിൽ മോഹനേട്ടൻ പറയുന്നതെല്ലാം ഞാൻ സമ്മതിച്ചുതരാം. സത്യസന്ധമായി ജോലി ചെയ്യുന്നവർക്കും മര്യാദയ്ക്ക് ജീവിക്കുന്നവർക്കും ദൈവത്തിന് കൈക്കൂലി കൊടുക്കേണ്ടി വരില്ല എന്നതാണ് അദ്ദേഹം നൽകുന്ന പാഠം. അതായത് അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിക്കുന്നവരും നേർച്ചയിടുന്നവരൊക്കെ കള്ളന്മാർ. നീ മാത്രം വലിയ മര്യാദക്കാരി എന്ന് ഞാൻ പറഞ്ഞില്ല മോഹനേട്ടാ. പ്രാർത്ഥനയെക്കാട്ടിലും നേർച്ചയെക്കാട്ടിലൊക്കെ വലുതാണ് കർമ്മം. ഓരോരുത്തരും അവരവരുടെ കർമ്മം പ്രതിഫലം പ്രതീക്ഷിക്കാതെ സത്യസന്ധമായി ചെയ്താൽ എല്ലാം ശരിയാകും. അത് കഴിയാത്തവർക്കാണ് ഇത്തരം കൈക്കൂലികളൊക്കെ കൊടുക്കേണ്ടി വരുന്നത്. പക്ഷെ ഭാമേ, അമ്പലങ്ങൾക്കും പള്ളികൾക്കും കൊടുക്കുന്ന പണം അവർ നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുവാനും രോഗികൾക്ക് ചികിത്സ കിട്ടാനുമായി ആ പണം ഉപയോഗിക്കുമ്പോ അതിന്റെ ഗുണം നമുക്കൂടി കിട്ടില്ലേ? അങ്ങനെ ഉപയോഗിച്ചാൽ കിട്ടുമായിരിക്കും. പക്ഷെ അതിന് മോഹനേട്ടന് ഈ ഇടനിലക്കാരുടെ ആവശ്യം എന്താ? വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റില്ലേ? മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവർക്ക് അത് കൊടുക്കാൻ മോഹനേട്ടനെ കൊണ്ട് പറ്റിയാൽ അതിന്റെ പുണ്യം കിട്ടും. അത് ചെയ്യാതെ നേർച്ചയും കാണിക്കും ഇട്ട് ദൈവത്തിന്റെയും കളക്ടറെയും കണ്ണു കെട്ടാന്ന് കരുതുന്നത് വിവരമില്ലായ്മയാണ്. ഞാൻ ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ ദൈവം ശിക്ഷിച്ചോട്ടെ. പക്ഷെ ഞാൻ നിന്ന് തർക്കിക്കാതെ ആഫീസിൽ പോവാൻ നോക്ക്. പോന്ന വഴി നേർച്ചിടണം, പ്രാർത്ഥിക്കണം. കളക്ടർ വരുമ്പോഴേക്കും ഓഫീസിൽ എല്ലാം ശരിയാക്കി വെക്കണ്ടേ? ഇതുമാത്രം ജോലിയാ. ഇനി ഞാനായിട്ട് സമയം കളഞ്ഞൊന്നൊരു പരാതി കൂടി എനിക്ക് കേൾക്കേണ്ടി വരരുത്. ദാ ചോദിച്ച 50 രൂപ വെച്ചോ. ഇനി ഇതിന് കുറവ് കൊണ്ട് കിട്ടാനുള്ള പുണ്യം കിട്ടാണ്ട് പോണ്ടേ? ഞാൻ ഇറങ്ങുന്നു.